പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില വലിയ യൂണിറ്റുകളെ കുറിച്ചും ചെറിയ യൂണിറ്റുകളെ കുറിച്ചും പഠിക്കുകയുണ്ടായി. അതോടൊപ്പം ഡിഗ്രിയിൽ നിന്ന് എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നും മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലാകട്ടെ വലിയ അളവുകളും ചെറിയ അളവുകളും എന്ത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്, വലിയ ദൂരങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്. ഇന്നത്തെ കാലത്ത് വലിയ ദൂരങ്ങൾ അളക്കുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം മനുഷ്യൻ ചന്ദ്രനിലേക്ക് പല തവണ പോയി വന്നു കഴിഞ്ഞതാണ്. അതുപോലെ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള പര്യവേക്ഷണ മിഷനുകൾ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞതാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന പഴയ കാലത്ത് എങ്ങനെയാണ് ലാർജ് ഡിസ്റ്റൻസസ്, അതായത് മറ്റ് ഗ്രഹങ്ങളിലേക്കും മറ്റ് നക്ഷത്രങ്ങളിലേക്കും ഒക്കെയുള്ള ദൂരം എങ്ങനെയാണ് മെഷർ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് പാരലാക്സ് മെത്തേഡ്. എന്താണ് പാരലാക്സ്? പാരലാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ രണ്ട് പൊസിഷനുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, നമുക്ക് തോന്നും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേന നിങ്ങൾ കയ്യിൽ നീട്ടിപ്പിടിക്കുക, ഇതുപോലെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് ഒരു കണ്ണടച്ചുകൊണ്ട് ചുമരിന് നേരെ പിടിച്ച ഈ പേനയുടെ സ്ഥാനം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ എവിടെയാണ് പേന ഇരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പിക്കുക. അതിനുശേഷം ആ കൈ അനക്കാതെ തന്നെ മറ്റേ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ പേനയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക. പേനയുടെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, തോന്നിയിട്ടില്ലേ? ഇത് തന്നെയാണ് പാരലാക്സ്. അതായത് ഇത്ര ചെറിയ രണ്ട് സ്ഥാനങ്ങൾ, നമ്മളുടെ രണ്ട് കണ്ണുകളുടെ രണ്ട് സ്ഥാനങ്ങൾ, അവ തമ്മിലുള്ള ദൂരം വളരെ ചെറിയ ദൂരമാണ്, ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമേ വരികയുള്ളൂ. അത്ര ചെറിയ ഒരു അകലത്തിൽ നിന്ന് ഒരേ വസ്തുവിനെ നോക്കുമ്പോൾ പോലും അതിൻ്റെ സ്ഥാനത്തിൽ ചെറിയ വ്യത്യാസം വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഭൂമിയിൽ വളരെ ദൂരത്തിലുള്ള രണ്ട് പൊസിഷനുകളിൽ നിന്ന് വിദൂരമായ ഒരു ഗ്രഹത്തിനെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രഹത്തിലേക്കോ ആ ഉപഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ നക്ഷത്രത്തിലേക്കോ ഒക്കെയുള്ള ദൂരം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. So what is parallax? It is the change in position of an object when it is viewed from two different positions. ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതായി അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എസ് എന്നതാണ് നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തു. ഇതാണ് നമ്മുടെ വിദൂരമായിട്ടുള്ള, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹം. അതിനെ ഭൂമിയിലെ എ ബി എന്നീ രണ്ട് പൊസിഷനുകളിൽ നിന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള അകലമാണ് ബി. അതിനെ ബേസിസ് എന്ന് പറയും. അതുകൊണ്ടാണ് അതിന് ബി എന്നുള്ള ഷോർട്ട് ഫോം ഉപയോഗിച്ചത്, ബേസിസ്. അപ്പോൾ ഭൂമിയിലെ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നമുക്ക് അളന്നെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ പൊസിഷനിൽ നിന്ന് ഈ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ ഗ്രഹത്തിലേക്കുള്ള ദൂരമാണ് ക്യാപിറ്റൽ ഡി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ പൊസിഷനിൽ നിന്നായാലും ക്യാപിറ്റൽ ഡി തന്നെ ആയിരിക്കും, കാരണം ഇത് വലിയൊരു ദൂരമാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും ഇവിടുന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ത്രികോണത്തിന്റെ 3 ആംഗിളുകൾ 2 എണ്ണം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇഫ് വി നോ ദ ആംഗിൾ തീറ്റ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ദാറ്റ് ഈസ് ദ ബേസിസ്, we can calculate the distance between Earth and the planet or the satellite using the equation angle is equal to arc by radius. Angle is equal to arc by radius. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഈ ഇക്വേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാപത്തിന്റെയും റേഡിയസിന്റെയും റേഷ്യോ ആണ് അതിനിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ഇവിടെ ഉള്ള ആർക്ക് അല്ലെങ്കിൽ ചാപം എ ബി ആണ്. എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ഈസ് ഡി ഓർ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു, എ ബിയുടെ മറ്റൊരു പേരാണ് നമ്മൾ ബി എന്ന് പറഞ്ഞത്, ബി ബൈ ഡി. ഈ തീറ്റ എന്ന ആംഗിളിനെയാണ് നമ്മൾ പാരലാക്റ്റിക് ആംഗിൾ ഓർ പാരലാക്സ് ആംഗിൾ എന്ന് പറയുന്നത്. തീറ്റ ഈസ് നോൺ ആസ് പാരലാക്സ് ആംഗിൾ ആൻഡ് ബി ഈസ് നോൺ ആസ് ബേസിസ്.
So by knowing b and theta we can calculate d. അപ്പോൾ ഈ ദൂരെ ഉള്ള വസ്തുവിന്റെ അകലം കാൽക്കുലേറ്റ് ചെയ്യാൻ d is equal to d നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലോ എന്താണ് വരിക b by theta എന്ന് നമുക്ക് പറയാൻ സാധിക്കും. So this is the method of calculating large distance using parallax method. Okay. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ രണ്ട് കണക്കുകൾ തന്നിട്ടുണ്ട്, രണ്ട് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇനി ആ പ്രോബ്ലംസ് ചെയ്യാനാണ് പോകുന്നത്. ഫിസിക്സ് പഠിക്കാനുള്ള യഥാർത്ഥ വഴി പ്രോബ്ലംസ് ചെയ്യുകയാണ്. പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അതിന് ഉള്ളിലുള്ള ആശയം യഥാർത്ഥത്തിൽ മനസ്സിലായോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രോബ്ലംസിനെ നമ്മൾ അവഗണിച്ച് കളയാതെ കഴിയാവുന്നത്ര പ്രോബ്ലംസ് ചെയ്ത് ശീലം ആദ്യമേ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ടെക്സ്റ്റിലുള്ള ചോദ്യം വായിക്കാം, അത് കേട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കത് ചെയ്യാം. നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2-3 എന്ന ക്വസ്റ്റ്യൻ ആണ്. ദ മൂൺ ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി ഓൺ എർത്ത്. ഭൂമിയുടെ 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ്, 2 വ്യാസത്തിന്റെ 2 അറ്റത്തുള്ള പോയിന്റുകളാണ് എയും ബിയും. അവിടെ നിന്നും ചന്ദ്രനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ എയിൽ നിന്നും ബിയിൽ നിന്നും, ഇത് ചന്ദ്രനാണെന്ന് കരുതുക, ചന്ദ്രനെ ഒബ്സർവ് ചെയ്യുന്നു. The angle theta subtended at the moon by the 2 directions of observation is 1 degree 54 minutes. ഈ ഉണ്ടാക്കിയ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 1 degree 54 minutes. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന ഒരു അളവ്. Given the diameter of Earth to be about 1.276 into 10 raised to 7 meter. Diameter of Earth തന്നിട്ടുണ്ട് 1.276 into 10 raised to 7 meter. Calculate the distance of moon from Earth. മൂണിൽ നിന്ന് എർത്തിലേക്കുള്ള ദൂരം, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഡി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ തീറ്റ തന്നിട്ടുണ്ട്, എർത്തിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എയും ബിയും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഇവിടെ എർത്തിന്റെ ഡയമീറ്റർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ബി ആണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം 1.276 into 10 raised to 7 എന്നുള്ളത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുക, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്നുള്ളത് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, തീറ്റ തന്നിട്ടുള്ളത് ഡിഗ്രിയിലും മിനിറ്റിലും രണ്ടും കൂടി ചേർന്നിട്ടാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ എല്ലാം ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം മിനിറ്റിലാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എല്ലാത്തിനെയും കൂടി മിനിറ്റാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 1 degree 54 minutes എന്നുള്ളത് മാറ്റിയിട്ട്, ഒരു ഡിഗ്രി എന്നുള്ളത് നമുക്കറിയാം 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് പ്ലസ് ഇവിടെയുള്ള ഈ 54 മിനിറ്റ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് 114 മിനിറ്റ് ആണ് ഈ പറഞ്ഞ ആംഗിൾ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഡിഗ്രി അല്ലെങ്കിൽ മിനിറ്റിലുള്ള റീഡിംഗ് ആണ് തന്നിട്ടുള്ളത് 114. അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം തീറ്റ ഇസ് ഈക്വൽ ടു 114 നമ്മൾ മിനിറ്റിന്റെ കൺവേർഷൻ ഉപയോഗിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു 1 മിനിറ്റ് എന്നാൽ 2.91 into 10 raised to -4 റേഡിയൻ ആണ് എന്ന് പറഞ്ഞിരുന്നു. 2.91 into 10 raised to -4 റേഡിയൻ ആണ് 1 മിനിറ്റ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തീറ്റ കിട്ടും. ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഡി ബൈ തീറ്റ എന്നുള്ളത് ഉപയോഗിക്കാം. അതായത് ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം, ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ 1.276 into 10 raised to 7 ഡിവൈഡ് ബൈ തീറ്റയുടെ വാല്യൂ 114 into 2.91 into 10 raised to -4. സോ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഉപയോഗിക്കാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാവുക മാത്രമല്ല, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ശീലിക്കുകയും വേണം. ഓക്കെ, ഈ 10ന്റെ പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൽ അടിച്ചെടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് ശീലം വരണം. അതുപോലെ തന്നെ ഈ ഡിവൈഡ് ബൈ ഇട്ട് കഴിഞ്ഞിട്ട് താഴത്തേത് ചെയ്യുമ്പം ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യാൻ. അതായത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പം 1.276 into 10 raised to 7 അടിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഡിവൈഡ് ബൈ ഇട്ടാൽ പോരാ. ഡിവൈഡ് ബൈ ഇട്ട് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ തുടക്കത്തിലുള്ള ചിഹ്നം ഇട്ടതിന് ശേഷം 114 into 2.9 into 10 raised to -4 അടിച്ചിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഞാൻ ഇവിടെ എഴുതുകയാണ്.
ദാറ്റ് ഈസ് 3.84 into 10⁸ meter എന്നാണ് കിട്ടിയത്, ക്യാപിറ്റൽ D. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത് നോക്കൂ. എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് കിട്ടി 3.84 into 10⁸ meter എന്ന്. ഈ സംഖ്യയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രകാശത്തിന്റെ ഒരു സെക്കൻഡിലുള്ള വേഗത നിങ്ങൾക്കറിയാം, 3 into 10⁸ meter/second ആണ്. ഇതെത്രയാണ് വരുന്നത്? 3.84 into 10⁸. അല്ലേ? അപ്പൊ അതിനേക്കാളും പ്രകാശത്തിന്റെ വേഗതയേക്കാൾ ഒരു ഇത്തിരി കൂടുതൽ 3.84 ആണ്. ഓക്കെ, അപ്പൊ പ്രകാശത്തിന് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കിയാലോ. എത്ര സമയം വേണ്ടി വരും? ദൂരം 3.84 into 10⁸ ആണ്, സ്പീഡ് 3 into 10⁸ ആണ്. അപ്പൊ ഏകദേശം 1 സെക്കൻഡ് അല്ലെ, 1 സെക്കൻഡിനേക്കാളും ഒരു ഇത്തിരി കൂടുതലായിരിക്കും ചന്ദ്രനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്താൻ വേണ്ട സമയം. സൂര്യനിൽ നിന്നും നമ്മൾ ചിലപ്പോൾ പഠിച്ചു കാണും, 7 മിനിറ്റും കുറച്ചധികം സെക്കൻഡുകളുമാണ് സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്താൻ വേണ്ട സമയം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുൻപേ നമുക്കിത് ക്ലീൻ ചെയ്യാം. സോ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ ഇവിടെ ഞാൻ എഴുതാണ്. ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഓക്കെ, the next question is, the sun's angular diameter is measured to be 1920 seconds. The distance d of the sun from the earth is 1.496 into 10⁻11 meter. What is the diameter of the sun? That is the next question. ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു പുതിയൊരു വാക്കുണ്ട്. The sun's angular diameter is measured to be 1920 seconds. ആംഗുലർ ഡയമീറ്റർ എന്നൊരു വാക്കുണ്ട്. സാധാരണ ഡയമീറ്റർ എന്താണെന്ന് നമുക്കറിയാം. ആംഗുലർ ഡയമീറ്റർ എന്ന് വെച്ചാലോ, സണ്ണിന്റെ ഡയമീറ്റർ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇപ്പോൾ ഇതാണ് സൺ എന്ന് വിചാരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പൊസിഷൻ. ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ഒബ്സർവേഷൻ. ഇതാണ് സണ്ണിന്റെ ഡയമീറ്റർ. നമ്മൾ അതിനെ B എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സണ്ണിന്റെ ഡയമീറ്റർ നമ്മുടെ കണ്ണിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗുലർ ഡയമീറ്റർ. ഇതാണ് ഇവിടുത്തെ ആംഗുലർ ഡയമീറ്റർ. യഥാർത്ഥത്തിലുള്ള ഡയമീറ്റർ അല്ല, ഡയമീറ്റർ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗുലർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആംഗുലർ ഡയമീറ്റർ തീറ്റ ഇസ് ഈക്വൽ ടു 1920 seconds. Okay. The distance d of the sun from the earth is 1.496 into 10⁻11 meter. സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള ദൂരമാണ് തന്നത്, 1.496 into 10⁻11 meter. ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പേര് പറഞ്ഞിരുന്നു, ദിസ് ഈസ് 1AU. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് സണ്ണിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരമാണ്. നമ്മൾ അതിനെ ക്യാപിറ്റൽ D എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ D is equal to this much. So what is the diameter of the sun? അപ്പോൾ നമുക്ക് diameter of the sun ഇതാണ്, B ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എവിടെയുണ്ട്? തീറ്റ is equal to B by D. So to find B we will get D into theta. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, D into theta. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ തീറ്റ ഈസ് ഗിവൺ ഇൻ സെക്കൻഡ്. സോ വി ഹാവ് ടു യൂസ് ദ കൺവേർഷൻ ഓഫ് സെക്കൻഡ്സ്. സെക്കൻഡ്സിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ ആലോചിക്കുന്നത്. ദാറ്റ് ഈസ് 1920 ഇൻറ്റു ഒരു സെക്കൻഡിൻ്റെ കൺവേർഷൻ 4.85 into 10⁻⁻6 ആണ്. 4.85 into 10⁻⁻6. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. D into theta, that is 1.496 into 10⁻11 ആണ് D, into theta is 1920 into 4.85 into 10⁻⁻6. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം 1.39 into 10⁻9 meter എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. 1.39 into 10⁻9. നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? സണ്ണിന്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിച്ചത് അല്ലെ. B ആണ് കണ്ടുപിടിച്ചത്, സൂര്യന്റെ ഡയമീറ്റർ ആണ്. ഇതിനെ ഒന്ന് കിലോമീറ്റർ ആക്കി നോക്കുന്നു. ഒന്ന് കിലോമീറ്റർ ആയി നോക്കാം. അപ്പം 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. അപ്പം മീറ്ററിനെ നമ്മൾ കിലോമീറ്റർ ആക്കാൻ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് യൂസിങ് 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 10⁻3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത്
1.39 into 10 raised to 9 divided by 10 raised to 3. ഇത്രയും കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 10 raised to 3 ഉണ്ട്, മുകളിൽ 10 raised to 9 ആണ്. അത് വെട്ടിക്കഴിഞ്ഞാൽ 10 raised to 6 ആണ് വരിക. 1.39 into 10 raised to 6 കിലോമീറ്റർ ആണ്. ഓക്കെ, ഈ 10 raised to 6 ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. ഇത് എത്രയാണ് ഈ സംഖ്യയുടെ വാല്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതുകയാണ്. അത് 6 സ്ഥാനം നമുക്ക് വലത്തോട്ട് പോവാം. 1 ഇവിടെ ഉണ്ട്, 2 സ്ഥാനം എടുത്തു, ഇനി 4 സ്ഥാനം നമുക്ക് ബാക്കിയുണ്ട്. 1 2 3 4, ഇത്രയും കിലോമീറ്റർ. ഇത് വായിച്ചാൽ 13,90,000 കിലോമീറ്റർ. 13,90,000 കിലോമീറ്റർ. നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? സൂര്യൻ്റെ ഡയമീറ്റർ. അപ്പോൾ സൂര്യൻ്റെ ഡയമീറ്റർ എത്രയാണ്? 13,90,000 കിലോമീറ്റർ ആണ് സണ്ണിൻ്റെ ഡയമീറ്റർ. അപ്പോൾ എത്രമാത്രം വലിയൊരു ഒബ്ജക്റ്റാണ് സണ്ണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, സൺ എന്നുള്ളത് നമ്മുടെ മിൽക്കി വേയിലെ വളരെ വളരെ ചെറിയ സ്റ്റാറുകളിൽപ്പെട്ട ഒന്നാണ്, അല്ലേ? വളരെ തുച്ഛമെന്ന് കരുതാവുന്ന ഒരു സ്റ്റാറാണ് സണ്ണ്. അതിൻ്റെ ഡയമീറ്ററാണ് ഈ പറഞ്ഞ 13,90,000 കിലോമീറ്റർ. വേറെ ജയൻസ് വേറെ ഉണ്ട്. ഓക്കെ, so we were studying about parallax method, that is the method to measure large distance. So how can we measure small distance? വളരെ ചെറിയ ദൂരം എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക? That is by using microscopes, അല്ലേ? മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലാബുകളിൽ ഉപയോഗിക്കും, ബോട്ടണി സുവോളജി ലാബുകളിലും മറ്റും ഉപയോഗിക്കും മൈക്രോസ്കോപ്പുകൾ. പക്ഷെ അതിനേക്കാളും കൃത്യമായിട്ടുള്ള വളരെ ചെറിയ ആറ്റത്തിൻ്റെ സൈസൊക്കെയുള്ള അത്രയും ചെറിയ ഒബ്ജക്റ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ്. അതിൽ പ്രകാശത്തിന് തുല്യമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ ഒരേ സമയം ഒരു കണികയും ഒരു തരംഗവുമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇലക്ട്രോണുകളുടെ വേവ് ലെങ്തുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. Okay, so that is a method to measure very small distance. And how can we measure large mass? വലിയ മാസ് എങ്ങനെ മെഷർ ചെയ്യും? That is by using gravitational method. ഗ്രാവിറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ മാസ് മെഷർ ചെയ്യുക. ഇപ്പോൾ വലിയ മാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ മാസ്, അല്ലെങ്കിൽ സൂര്യൻ്റെ മാസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മാസ്. ഇതൊക്കെ ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, വളരെ ചെറിയ മാസ് എങ്ങനെ മെഷർ ചെയ്യും? അതിനുള്ള അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ള യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ചെറിയ മാസ് മെഷർ ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒക്കെ മാസ് നമ്മൾ കിലോഗ്രാമിൽ പറയുന്നതിനൊരു അർത്ഥമില്ല. ഇലക്ട്രോണിൻ്റെ പോലെയുള്ള വളരെ ചെറിയ കണങ്ങളുടെ മാസ് കിലോഗ്രാമിൽ പറയുന്നതിൽ അർത്ഥമില്ല. അതിന് പകരം ഉണ്ടാക്കിയ യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്, or it is also called one U. U എന്ന് പറയും. That is the mass of 1/12 the mass of one carbon 12 atom. 1/12 the mass of one carbon 12 atom എന്നെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. 1.6 into 10⁻⁻27 കിലോഗ്രാം ആണ് ഒരു U എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പറയുക. അത് വെച്ചിട്ടാണ് ചെറിയ മാസുകൾ നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, how can we measure a very accurate time? That is by using atomic clocks. Atomic clock അല്ലെങ്കിൽ സീഷ്യം ആറ്റത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോക്കുകളാണ് വളരെ ആക്യുറേറ്റ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. So these are some methods to measure large and small distances, mass and time. ഈ ഭാഗങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിലുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് നോക്കി നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുകയും ഇത് ചെയ്ത് പഠിക്കുകയും വേണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തി സ്വയം കണ്ടെത്താൻ സാധിച്ചു എന്ന് കോൺഫിഡൻസ് വരുത്തുകയും തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടും പ്രോബ്ലംസ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.